ഹായ് ഹലോ ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന റീഡിംഗ് ആണ്. പോസിറ്റീവായിട്ട് ചിന്തിക്കുക, റീഡിംഗ് കാണാൻ ശ്രമിക്കൂ. നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും കറണ്ട് ഫീലിങ്സ് ആണ് നോക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തെ കാർഡ് 5 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇവിടെ ഡിസപ്പോയിൻമെൻറ്റിനെ കാണിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോയുള്ള ആ ഒരു സമയത്ത് നിങ്ങളിലേക്ക് സംഭവിച്ചിട്ടുള്ളത് ബിറ്റർനെസ് ആണ്, ഹാർട്ട് ബ്രോക്കൺ ആണെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും ആ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ, ഓർമ്മകൾ നിങ്ങളെ വളരെയേറെ വേദനിപ്പിക്കുന്നുവെന്നാണ്. എന്താണ് ഈ ഒരു ബന്ധത്തിൽ സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് പോലും സാധിച്ചിട്ടുണ്ടായില്ല. അത്രയും പെട്ടെന്നായിരുന്നു അവർ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളത്. സെക്കൻഡ് കാർഡ് നൈറ്റ് ഓഫ് പെൻഡക്കിൾ എനർജി റിവേഴ്സ് ആണ്. ഇവിടെ നിങ്ങളിലേക്ക് ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു കോൾഡ് ആയ പോലെ ഫീൽ ചെയ്യാണ്. എന്ത് ചെയ്യുമ്പോഴും ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു സംശയം നിങ്ങളുണ്ടായിരുന്നു എന്ന് യൂണിവേഴ്സ് പറയുന്നു. ഫീലിംഗ് സ്റ്റക്ക് എന്നാണ് കാർഡ് മെയിൻ ചെയ്യുന്നത്. അത് നിങ്ങളിലേക്ക് എല്ലാ എനർജിയും നഷ്ടപ്പെട്ടതുപോലെ ഫീൽ ചെയ്തിരുന്നു. ആ ഒരു സമയത്ത് ഹെൽത്ത് ഇഷ്യൂസ് പോലും വന്നിട്ടുണ്ടായിരുന്നു. മാനസികമായും ശാരീരികമായും നിങ്ങൾ തളർന്നിരുന്നു എന്ന് പറയുകയാണ്. 5 ഓഫ് സോർട്സിന്റെ എനർജി റിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് എന്തു ചെയ്യുമ്പോഴും ഞാൻ തോറ്റുപോകുമോ എന്നുള്ളൊരു ഭയമുണ്ടായിരുന്നു. ഏതൊരു വ്യക്തിയെ നിങ്ങൾക്ക് കാണുമ്പോഴും അവർ കുറ്റപ്പെടുത്തുന്നതായിട്ട് ഫീൽ ചെയ്തിരുന്നു. മറ്റുള്ളവരോട് സംസാരിക്കുവാനുള്ള ഭയമുണ്ടായിരുന്നു. സമൂഹത്തിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു മാറി നിന്നിരുന്നു. കോൺഫിഡൻസ് കുറവിനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ തടസ്സമായതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്നു എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ഒരുപാട് പാഠങ്ങൾ നിങ്ങൾ പഠിച്ചു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓരോ വ്യക്തികൾ എങ്ങനെയാണ് നിങ്ങളോട് പെരുമാറിയിരുന്നത്, നിങ്ങളുടെ പേഴ്സൺ എന്തായിരുന്നു നിങ്ങളോട് ചെയ്തിരുന്നത്, കുറെ തിരിച്ചറിവുകൾ നിങ്ങൾക്ക് വന്നിരുന്ന ഒരു സമയമാണത്. പിന്നീട് ലവേഴ്സ് കാർഡ് പറയുന്നത് അവരെ പൂർണ്ണമായിട്ട് നിങ്ങൾ മറക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളിൽ നിന്നും ക്യുക്കായിട്ട് അവർ മാറിപ്പോയി, സൈലന്റ് ആയിട്ട് നിൽക്കുന്നു. കുറേയൊക്കെ നിങ്ങൾ ചേസ് ചെയ്തു പോയി. പക്ഷേ നിങ്ങൾ മറക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളൊരു എനർജിയിലേക്ക്, അവർ ഒരു സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് പോലും ഫീൽ ചെയ്യുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ എത്തിയെന്നാണ്. അതെ, യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ എന്ന് മുതൽ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്ത് തുടങ്ങിയോ അന്ന് മുതൽ നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് വന്നിട്ടുള്ളത്. പാസ്റ്റിലുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങളിലേക്ക് വേദന ഉണ്ടാക്കി, അവരെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല. പിന്നീട് നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങളൊരു ചേഞ്ച് ആണ് സംഭവിക്കുന്നത്. നിങ്ങളിലെ ബാഡ് കർമ്മ ഉണ്ടായിക്കൊണ്ട്, നെഗറ്റീവ് എനർജീസ് റിമൂവ് ആയിക്കൊണ്ട് നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്ത ആ ഒരു നിമിഷം മുതൽ നിങ്ങളിലേക്ക് ഒരു ട്രാൻസിഷൻ ആണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ബ്ലെസ്സിങ്സ് ആണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്ത്, നിങ്ങളുടെ അച്ചീവ്മെന്റിനെ യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾ സാധ്യതകളെ മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങളുടെ പേഴ്സണൽ അച്ചീവ്മെന്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ്. ഇന്ന് നിങ്ങളുടെ പേഴ്സണ് തിരിച്ചറിവ് വരുമ്പോൾ വരട്ടെ എന്നുള്ളൊരു ചിന്തയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്. അവരെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി എന്നല്ല, താൽക്കാലികമായിട്ടും അവരിൽ നിന്നും മാറി നിൽക്കുകയാണ്. അവർക്കൊരു നന്മ വരണമെന്നും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതിലുപരി നിങ്ങളുടെ പ്രോഗ്രസ് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നതെന്ന് പറയുന്നു. ക്യൂൻ ഓഫ് പെൻഡക്കിൾ റിവേഴ്സ് പറയുന്നത് ചില സന്ദർഭങ്ങളിൽ ഫിനാൻഷ്യൽ സ്ട്രെസ് നിങ്ങൾ നേരിടുന്നുണ്ട്. ബാലൻസ് ഇല്ലായ്മ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. എങ്കിലും നിങ്ങൾ യൂണിവേഴ്സിലാണ് ട്രസ്റ്റ് ചെയ്യുന്നത്. എല്ലായ്പ്പോഴും എനിക്ക് മോശം സമയം ഉണ്ടാകുമോ, എനിക്ക് പുരോഗതി വരില്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പുരോഗതി വരില്ലേ എന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്, എനിക്ക് മോശം സാഹചര്യം കഴിഞ്ഞു പോയി, ഉണ്ടായിരുന്നു, ഇനി ഞാൻ യൂണിവേഴ്സിലാണ് വിശ്വസിക്കുന്നത്, എന്നെ വഴി നടത്താനായിട്ട് എൻ്റെ പ്രോഗ്രസ്സിലേക്ക് യൂണിവേഴ്സ് ഉണ്ടെന്നാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. ഇവിടെ സെൽഫ് മെയ്ഡ് പേഴ്സണെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ ജീവിതം പ്രോഗ്രസ്സിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന ഹാർഡ് വർക്കിനെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരികയാണ്. ഇവിടെ നിങ്ങളിലേക്ക് വരുന്ന വെൽത്ത് ആൻഡ് അബണ്ടൻസ് എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മാത്രമേ നിങ്ങളിലേക്ക് അബണ്ടൻസ് വരികയുള്ളൂ. ക്യൂൻ ഓഫ് സോർട്സിന്റെ എനർജി റിവേഴ്സ് പറയുന്നു നിങ്ങളുടെ പേഴ്സന്റെ എനർജി കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ അവർ വളരെ കോൾഡായിട്ട് പെരുമാറുകയാണ്, തീരെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ വരുന്നു. ചില സന്ദർഭങ്ങളിൽ ഷാർപ്പായിട്ട് ഫീൽ ചെയ്യുകയാണ്, കമ്മ്യൂണിക്കേഷൻ വരുന്നു. ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നേ, അവരെന്താ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് പോകുന്നേ,
എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. എങ്ങനെ? ഒരു തോട്ട് ലീഡറെ പോലെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. യൂണിവേഴ്സ് പറയുകയാണ്, ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവരിൽ നിന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള തീരുമാനമാണ്. വൈസ് ലീഡറെ പോലെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഇവിടെ അവരോട് നിങ്ങൾ ചോദിക്കുന്നതും, എന്നെ നിങ്ങൾ ഫൂളാക്കുകയാണോ? നിങ്ങൾ വരുന്നു പോകുന്നു, എന്നിലേക്ക് പൂർണ്ണമായിട്ട് എന്നെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് വരികയാണെങ്കിൽ വരാം, ഞാനും നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാണ്. ഇവിടെ ഒരു വിസ്ഡം ആൻഡ് ക്ലാരിറ്റി എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങൾക്കൊരു ക്ലാരിറ്റിയാണ് ഇതിൽ കിട്ടേണ്ടതെന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് റിലേഷനായ കാര്യമില്ല. എനിക്ക് വേണ്ടത് നിങ്ങളിൽ നിന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള തീരുമാനമാണ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള എനർജീസിനെയും കാണിക്കുന്നുണ്ട്. ഇവിടെ മജീഷ്യൻ പറയുന്നത് നിങ്ങളുടെ കഴിവിനെയാണ്. നാച്ചുറൽ ടാലന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങൾ. നിങ്ങൾ ഇന്നു മുതൽ നിങ്ങളുടെ കഴിവിൽ വിശ്വസിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇന്നു മുതൽ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്തു തുടങ്ങിയ ആ ഒരു നിമിഷം മുതൽ നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ വിശ്വസിച്ചു തുടങ്ങി. ആദ്യമൊക്കെ നിങ്ങൾക്ക് 5 ഓഫ് പെന്റക്കിൾ എനർജി ആയിരുന്നു. നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ടുണ്ട്, ഫിനാൻഷ്യൽ ലോസ് വന്നിട്ടുണ്ട്, നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ട്. എന്നാൽ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്ത് തുടങ്ങിയ ആ നിമിഷം മുതൽ നിങ്ങളിലേക്ക് സാധ്യതകൾ തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഓപ്പർച്യൂണിറ്റിയാണ്. പെന്റക്കിൾസ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫുൾ എന്ന് പറയുന്ന കാർഡ് നിങ്ങളിലേക്ക് ഒരു തുടക്കത്തെയാണ്, ഒരു ഫ്രീഡത്തെയാണ്, അച്ചീവ്മെന്റിനെയാണ് മീൻ ചെയ്യുന്നത്. നിങ്ങൾ നേടാൻ പോവുകയാണ്. നിങ്ങൾക്ക് അർഹമായ സമയത്ത്, അനുയോജ്യമായ സമയത്ത് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ് നിങ്ങളിലേക്ക് കാണിക്കുന്നത്. ഫൂളിന്റെ എനർജി എന്ന് പറഞ്ഞാൽ ന്യൂ ബിഗിനിങ് ആണ്, തുടക്കത്തെയാണ്. അഡ്വഞ്ചർ ആയിട്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങളിലേക്ക് സക്സസ് കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. നൈറ്റ് ഓഫ് സോർട്സിന്റെ എനർജി റിവേഴ്സ് പറയുന്നു, നിങ്ങൾക്ക് ക്ഷമയില്ലായ്മയുണ്ട്. ചില കാര്യങ്ങളിൽ അക്ഷമ കാണിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. അങ്ങനെയല്ല വേണ്ടത്. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് വളരെയേറെ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ എന്ന് പറയുന്നത് നിങ്ങളുടെ ഗോൾ നേടാനായിട്ട് ശ്രദ്ധിക്കുക. ചുറ്റുമുള്ള എനർജീസ് എല്ലാവരും നല്ലതല്ല എന്ന് ചിന്തിക്കുക. അതോടൊപ്പം തന്നെ ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ട് കാണുന്നു. ചില സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഒന്നും കണക്റ്റ് ആവാത്ത പോലെ ഫീൽ ചെയ്യാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള നെഗറ്റീവ് എനർജീസ് ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾ അമിതമായിട്ട് ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടാണ്. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എങ്ങനെയൊക്കെ ചിന്തിച്ചാലും നിങ്ങളുടെ പേഴ്സണിലേക്ക് നിങ്ങൾ എത്തുകയാണ് എന്നാണ് നെക്സ്റ്റ് കാർഡ് 6 ഓഫ് കപ്സ് കാർഡ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു വ്യക്തിയെ സഹായിക്കേണ്ടതിന്റെ ആവശ്യകത കാണിക്കുന്നുണ്ട്. ക്വിക്കായിട്ട് ഒരു പേഴ്സണെ സഹായിക്കേണ്ടതിന്റെ ആവശ്യകത കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതം പ്രോഗ്രസ്സിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു നിമിഷത്തിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നൊസ്റ്റാൾജിയ ആണ് 6 ഓഫ് കപ്സിന്റെ എനർജി പറയുന്നത്. പാസ്റ്റിലെ എനർജി, ഓൾഡ് സ്റ്റോറിയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. അവരുടെ ഇനർ പീസ് എന്ന് പറയുന്നത് നിങ്ങളാണെന്ന് അവർ ചിന്തിക്കുകയാണ്. ഇന്നത്തെ ദിവസം അവർക്ക് നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നു എന്ന് യൂണിവേഴ്സ് പറയുന്നു. തെറ്റ് ചെയ്തത് അവരാണെന്നുള്ള ബോധ്യം അവരിലുണ്ട്. ഒരു ഫാമിലിയെ അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് 10 ഓഫ് കപ്സ് കാർഡ് പറയുന്നത്. ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ബന്ധമാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. സോൾമേറ്റ് കണക്ഷൻ എന്ന് തന്നെയാണ് അവർക്കും ഫീൽ ചെയ്യുന്നത്. ഹാർമണി അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അവരുടെ ഹേർട്ട് ഓപ്പൺ ചെയ്ത് നിങ്ങളിലേക്കാണെന്ന് പറയുന്നു. ഒരു കുടുംബത്തെ, ഒരു ഫാമിലിയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. അവർ ഫ്യൂച്ചർ പദ്ധതിയുള്ളതായിട്ടാണ് മീൻ ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ടെമ്പറൻസിന്റെ എനർജി അവർ തനിച്ചായതുപോലെ ഫീൽ ചെയ്യാണ്. ജീവിതത്തില് മിഡിൽ പാത്തിലാണ് ഞാൻ എന്നുള്ളൊരു ബോധ്യം അവരിൽ വന്നിട്ടുണ്ട്. ജീവിതത്തിന്റെ മധ്യപാതയിൽ നിന്നും കരകയറാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. എന്ത് തന്നെ ആയാലും പാസ്റ്റിലേക്ക് പോകാനല്ല അവർ ആഗ്രഹിക്കുന്നത്, ഫ്യൂച്ചറിലേക്കാണ്. ആ ഒരു ഫ്യൂച്ചർ നിങ്ങൾ വേണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. ഒരു എനർജി അവരിലേക്ക് വരുന്നു. പേജ് ഓഫ് വാൻസിന്റെ എനർജി എന്തൂസിയാസ് ആണ് കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള കറേജ് എടുത്തു കഴിഞ്ഞു. അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളിലേക്ക് എത്തുവാനാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. ക്രിയേറ്റീവ് ബിഗിനിങ് എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ന്യൂലി ഫൗണ്ടഡ് ഇമോഷൻസ് എന്നാണ് മീൻ ചെയ്യുന്നത്. ഒരു ഇൻസ്പിറേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെന്ന വ്യക്തിയുമായിട്ടുള്ള സംഭാഷണം, കമ്മ്യൂണിക്കേഷൻ ഒത്തിരി പേർക്ക് സാധിച്ചിട്ടുണ്ട്. അതവർക്കൊരു പ്രചോദനമായി മാറിയിട്ടുണ്ട്. നിങ്ങളിലേക്ക് വരണം എന്നുള്ള ആഗ്രഹത്തിലേക്ക് അവർ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളാണ് അവർക്കൊരു സ്പാർക്കായിട്ട് കണ്ടിട്ടുള്ളത്. ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് അവർക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങളെന്ന വാണ്ടിലേക്ക് എത്തുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളാണ് ഒരു ഫ്ലെയിം ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ ആസ് എ ഡ്രീമർ അവരുടെ സ്വപ്നം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇവിടെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതും അവർക്ക് ഫീൽ ചെയ്യുന്നതും ഒന്ന് തന്നെയാണ്. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ്. നമുക്കേ 4 കാർഡ് കൂടി എടുക്കാം. ഒരക്കൽ ഡെക്കാണ്. ഇതിൽ നിങ്ങളുടെ ഭാവി പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ള കാർഡ് ലീഡർഷിപ്പ് എന്നാണ്. നേതൃത്വത്തെയാണ് ലീഡർഷിപ്പ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. നിങ്ങളുടെ എനർജി പറയുന്നത് നിങ്ങൾ ഒരു കാര്യത്തിൽ
നേതൃത്വം ഏറ്റെടുക്കാൻ പോവുകയാണ് എന്നാണ്. ഒരു നേതാവിനെ പോലെ മാറുവാനുള്ള സാധ്യതയെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരാണ്. നിങ്ങൾ നല്ലൊരു വായനക്കാരനാണെന്ന് യൂണിവേഴ്സ് പറയാണ്. മറ്റുള്ളവർക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആകുന്ന ഒരു പേഴ്സന്റെ എനർജി ആയിട്ട് ഇവിടെ കാണിക്കുന്നു. നിങ്ങൾക്ക് ഒരു അധികാരം വരികയാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾ നയിക്കപ്പെടുന്ന ഒരു ചെറിയൊരു പ്രസ്ഥാനത്തെ നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്ന ഒരു അധികാരത്തെ യൂണിവേഴ്സ് കാണിച്ചു തരികയാണ്. അത് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ആണ് കൊണ്ടുവരുന്നത്. ഒരു ചേഞ്ച് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് പറയുന്നു. ഇവിടെ നിങ്ങൾ പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ആൾക്കൂട്ടത്തെ പിന്തുടരരുത്. നിങ്ങൾ പിന്തുടരുന്നവര് നിങ്ങളെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുന്നവരാവില്ല. നിങ്ങൾ വ്യത്യസ്തമായി ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കാനാണ് പറയുന്നത്. ഒറ്റയ്ക്ക് നിന്ന് പോരാടാനാണ് പറയുന്നത്. നിങ്ങൾ നയിക്കുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന നേട്ടത്തിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ തന്നെയാണ് അവിടെ പ്രയോജനപ്പെടുത്തേണ്ടത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവർക്ക് യൂണിവേഴ്സിന്റെ മെസ്സേജ് ആണ്. ബിസിനസ് ചെയ്യാനാവും നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അവിടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ആരെയും പിന്തുടർന്നുകൊണ്ട് ആവരുത് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നു അതിൽ ഉറച്ചു നിൽക്കുക, ശരിയായ ദിശയിലേക്ക് മുന്നോട്ട് പോവുക. നെഗറ്റീവ് വ്യക്തികൾ ഉണ്ടാവാം, അവരിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളൊരു ഉപദേശവും സ്വീകരിക്കുക. നെക്സ്റ്റ് കാർഡ് പാർട്ട്ണർഷിപ്പ് എന്നാണ്. ബിസിനസ് ആശയവുമായി മുന്നോട്ട് പോകുന്നവരാകാം. നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പിലൂടെയാണ് നിങ്ങളുടെ വരുമാനം വരുന്നതെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു പാർട്ട്ണറെ സ്വീകരിക്കുവാൻ പറയുന്നു. ഒരുമിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറയുന്നു. നിങ്ങളുടെ കൂടെ ആരൊക്കെ ഉണ്ടാകുമെന്ന് ചിന്തിക്കാൻ യൂണിവേഴ്സ് പറയുന്നു. പാർട്ട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല വ്യക്തികളെ സ്വീകരിക്കുവാൻ യൂണിവേഴ്സ് ഇവിടെ പറയുകയാണ്. ഇവിടെ ചില ബന്ധങ്ങള് നിങ്ങളെ വിജയത്തിലേക്ക് തടസ്സമുണ്ടാക്കുമെന്നാണ് പറയുന്നത്. കൂടെയുള്ള എല്ലാവരെയും ട്രസ്റ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് എപ്പോഴും ഒരു ശ്രദ്ധ വേണം. നെക്സ്റ്റ് കാർഡ് ഓഫറിംഗ് എന്നാണ്. നിങ്ങളിലേക്ക് യൂണിവേഴ്സ് ഒരു വാഗ്ദാനം തരുകയാണ്. പ്രപഞ്ചം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുമെന്ന് നിങ്ങളോട് പ്രപഞ്ചം പറയുകയാണ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആത്മാവിനെ ഉത്തേജിപ്പിക്കുക എന്നതാണ്. അതിന് നിങ്ങളുടെ ഓറ പോസിറ്റീവ് ആയിരിക്കണം. നിങ്ങൾക്ക് ആരൊക്കെ ശത്രുക്കളുണ്ട്, ആരൊക്കെ നിങ്ങൾക്ക് നല്ലത് ചെയ്യും എന്ന് നിങ്ങൾക്ക് ഒരു തിരിച്ചറിവ് വരണമെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, നിങ്ങളുടെ ഓറയെ ഉണർത്തുക എന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇവിടെ നമ്മൾ പ്രെയർ ചെയ്തില്ല എങ്കിൽ നമ്മളിലേക്ക് വരുന്ന തടസ്സം, നെഗറ്റീവ് വ്യക്തികളെ നമുക്ക് തിരിച്ചറിയപ്പെടാൻ സാധിക്കില്ല. യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കുന്നുണ്ടെങ്കിൽ, യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് പോസിറ്റീവ് വ്യക്തികളെ തിരിച്ചറിയുക? നമ്മൾ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് തന്നെയാണ്. നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് അനന്ത സാധ്യതകൾ, യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്. നിങ്ങൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കണം. നെഗറ്റീവ് എനർജി ഉണ്ട്, അവരെ തിരിച്ചറിയണമെങ്കിൽ നമ്മളുടെ പോസിറ്റീവ് ഓറ ആക്റ്റീവ് ആവണം. അങ്ങനെയെങ്കിൽ നിങ്ങളിലേക്ക് ചേഞ്ച് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതം മാറുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ലത് വരാനുള്ള അവസരത്തെ യൂണിവേഴ്സ് കാണിക്കുകയാണ്. അതിനെ സ്വീകരിക്കാൻ തയ്യാറാവാൻ പറയുകയാണ്. നിങ്ങളിലേക്ക് ഒരു ചലനവും കാണുന്നില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഞാൻ റീഡിംഗ് ഒക്കെ കാണുന്നുണ്ടല്ലോ, എന്നിലൊരു ചലനവും സംഭവിക്കുന്നില്ലല്ലോ. അങ്ങനെയല്ല, ആ ഒരു പ്രോസസ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇവിടെ നിങ്ങൾക്ക് പോസിറ്റീവ് ചിന്തയാണ് വേണ്ടത്. യൂണിവേഴ്സ് എന്നെ സഹായിക്കുന്നുണ്ട്, എൻ്റെ പോസിറ്റീവ് എനർജി എന്നിലേക്ക് വരുന്നുണ്ട് എന്ന് ചിന്തിക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങളിലേക്ക് മാറ്റം തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ സന്തോഷിക്കുന്ന നിമിഷത്തെ യൂണിവേഴ്സ് വരെ കാണിച്ചു തരാണ്. ഈ റീഡിംഗ് കാണാൻ അർഹമായവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ബ്ലെസ്സിങ്സ് ഉള്ളവർക്ക് മാത്രമേ കാണാൻ കഴിയുള്ളൂ. നിങ്ങളിലേക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഓരോ പോസിറ്റീവായി മാറ്റുക. നിങ്ങളിലേക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് സ്വീകരിക്കുക. ഈ റീഡിംഗ് നിങ്ങൾക്ക് വാലിഡ് ആവാണെങ്കിൽ സ്വീകരിക്കാം, ഇല്ല ചെഞ്ഞാൽ വിട്ടുകളയാം. ഈ റീഡിംഗ് നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എന്നെ പോലെ കോൺടാക്ട് ചെയ്യാൻ. നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.